ആദിലാനൂറിയെ മലബാർ ഗോൾഡിൻ്റെ ഓണറായ ഫൈസൽ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഹൗസ് വാമിങ്ങിന് പുള്ളി ക്ഷണിച്ചിട്ടാണ് ആദിലാനൂറ ഹൗസ് വാമിങ്ങിന് പോയത്. പക്ഷേ ഇപ്പോൾ കുറേ സൈബർ കമൻസോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക, അല്ലെങ്കിൽ അവരുടെ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം കൊണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പുള്ളി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ വിളിച്ചത് തെറ്റായിപ്പോയി, അതായത് സ്വന്തം മാതാപിതാക്കളെ അവമാനിക്കുന്ന, പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന ഇവരെ തൻ്റെ ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചത് താൻ അറിഞ്ഞു പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ വന്നതിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വൻ വിമർശനമാണ് എല്ലാ രീതിയിൽ നിന്ന്, എല്ലാ യൂട്യൂബ് ഇതിനകത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം പോസ്റ്റ് മുക്കിയിട്ടുമുണ്ട് പുള്ളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആയിക്കോട്ടെ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തതും ഇതെല്ലാം ഇവരൊരു ബിസിനസ് സ്ട്രാറ്റജി മാത്രമാണ്, ആൾക്കാരെ ഇതിലോട്ടേക്ക് ആക്കാനുള്ള ഒരു സ്ട്രാറ്റജി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രശ്നമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ ഈ മലബാർ ഗോൾഡിൻ്റെ ഓണർക്കാണെങ്കിലും പേഴ്സണലി ഇവരെ ആരെയും വലിയ പരിചയമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഹൗസ് വാമിങ്ങിന് ഉള്ള ഫേമസ് ആയവരെ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടുക, എന്നിട്ട് ബിസിനസ് പിടിക്കുക, ഇത് തന്നെ പരിപാടി. അപ്പം ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയ്തതും അങ്ങനെ തന്നെ. അനീഷിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അനീഷിന് ഒരു 10 ലക്ഷം കൊടുത്ത് അങ്ങനെ ആളെ പിടിക്കുക. അതുപോലെ തന്നെ അനീഷിൻ്റെയും അനുവിൻ്റെയും പേരിൽ എന്താ കോടികളുടെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് ദുബായിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു ഭാഗത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം പിടിക്കൽ. അപ്പോൾ അതാണ് പരിപാടി. അപ്പം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കമൻ്റ് ഇടുമ്പം അതുപോലെ അങ്ങ് തുള്ളുക, അതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് പോപ്പീസിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ, അനുമോൾക്ക് പോപ്പീസിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ താഴെ കുറേ എണ്ണം കമൻറ്റ് ചെയ്യുന്നത്, എന്തിനാ ഇവരെയൊക്കെ വിളിച്ചത്, ഇനി മുതൽ നിങ്ങളുടെ കടയിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ്സ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ മറുപടി പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, അവഗണിച്ച് വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ വേണ്ടത്. പക്ഷേ അതിനും ഇങ്ങനെ എന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടങ്ങ് എന്താ പറയുക, അവരൊക്കെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിടുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ അവഗണിച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇവരെ മേടിക്കണ്ട, ബാക്കി എത്ര ആൾക്കാരുണ്ട് മേടിക്കാൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലബാർ ഗോൾഡിനും പറ്റിയെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായി ആദിലാനൂറെ ക്ഷണിച്ചതുകൊണ്ട് ഞങ്ങൾ ഇനി മലബാർ ഗോൾഡിൽ നിന്ന് ഒന്നും വാങ്ങിക്കില്ല, ഞങ്ങൾ സ്ഥിരം മലബാർ ഗോൾഡിൽ നിന്നായിരുന്നു ഇതൊക്കെ ഗോൾഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇനി അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കില്ല എന്നുള്ള സ്ഥിരം ഒരു അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വന്നപ്പോൾ തന്നെ പുള്ളി ആദിലാനൂറിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതൊക്കെ വെറും ഒരു എന്താ പറയുക, മുലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ ഒരു ഇതാണ് സംഭവം. അല്ലാതെ കുറച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഘട്ടം കടങ്ങും. അല്ലാതെ ഇത് ഓർത്ത് വെച്ചു അയ്യോ അവർ വന്നുകൊണ്ട് മാത്രം നമ്മളിനി മലബാർ ഗോൾഡിൽ നിന്നും മേടിക്കണ്ട എന്നൊക്കെ ഒന്നും ആരും ചിന്തിക്കില്ല. അവിടുത്തെ സ്വാധീനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മേടിക്കും. അതുപോലെ തന്നെയാണ് വേറൊരു വിഷയം വന്നത്. ഏതാ, ഈ രേണുസുതിക്ക് ഒരു വീട് വെച്ച് കൊടുത്തൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ പുള്ളി ഇപ്പോൾ പറയുന്നത്, ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളി ഇപ്പോൾ പറയുന്നത് രേണുസുതി കാരണം അയാളുടെ കച്ചവടം എന്താ പറയുക, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പാളീസായി എന്നുള്ള രീതിയിൽ. അതാ പറഞ്ഞത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ രേണുസുതിക്ക് ഫ്ലവേഴ്സ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ പുള്ളി എന്തിനാണ് അത് ഏറ്റെടുത്തത്? ഫിറോസ് അയാൾക്ക് ബിസിനസ് പിടിക്കാം. അപ്പോൾ വെച്ച് കൊടുത്ത വീട് കൊള്ളാഞ്ഞപ്പോൾ രേണുസുതി പറഞ്ഞു. അപ്പോൾ അത് നെഗറ്റീവായിട്ട് അവരെ ബാധിച്ചു. അപ്പോൾ ചെയ്യുന്ന കാര്യം മര്യാദയ്ക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടി രേണുസുതിൻ്റെ തലയിൽ കൊണ്ടിടുന്നു. ഇപ്പം മനസ്സിലായില്ലേ? ഇവരൊക്കെ ബിസിനസ് ആൾക്കാരെ വലയിലാക്കാൻ വേണ്ടി, അതായത് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് സാധാരണക്കാരെ വലയിലാക്കാനുള്ള ടെക്നിക്കാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മലബാർ ഗോൾഡിൻ്റെ ഓണർ ചെയ്തത് ഭയങ്കര എന്താ പറയുക, പൊട്ടിത്തരായിപ്പോയി. ഇത്രയും വലിയ പേരും പെരുമയുള്ള മലബാർ ഗോൾഡിൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, ചെറിയൊരു വിഷയത്തിന് വേണ്ടിയിട്ട് വിളിച്ച് ക്ഷണിച്ച് വരുത്തിയ ഒരാളെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും ബിസിനസ് എക്സ്പീരിയൻസും ഇതൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.